ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു നൈറ്റി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. ഇത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടും ഭംഗി കിട്ടുക എന്തെങ്കിലുമൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ്. ഇത് നമുക്ക് റെഡിമെയ്ഡിലൊന്നും കിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ബോട്ടം തയ്ച്ച ബാക്കി പീസ്, ടോപ്പ് തയ്ച്ച ബാക്കി പീസ് അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാച്ച് വർക്കുകളൊക്കെ നൈറ്റിയിൽ ചെയ്തെടുക്കാം. ഇതെൻ്റെ ഒരു ബോട്ടത്തിൻ്റെ പീസാണ്. ഇത് വെച്ചിട്ടാണ് ഇന്ന് നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് പാറ്റേൺ വേണ്ടത് 15 ഇഞ്ചാണ്. ബിഗിനേഴ്സ് എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 2 ഇഞ്ചെങ്കിലും കൂടുതൽ എടുക്കുക. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. വീതി എടുത്തിട്ടുള്ളത് 5 ഇഞ്ച്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് ഒരു 6.5 ഇഞ്ച്. ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കുക. എപ്പോഴും ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ പാറ്റേൺ ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വേറെ വേരിയേഷൻസ് ഒന്നും വരില്ല. എന്നിട്ട് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. രാലിലയുടെ ഷേപ്പിൽ. അത് കുറച്ചൊന്ന് വൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ആയിട്ട് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് വേണ്ട, അറ്റത്തേക്ക് വേണ്ട, അതിൻ്റെ അവിടുന്ന് താഴേക്കായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25, 1.5 ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ പാറ്റേണിൻ്റെ വീതി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തു കൊടുക്കുക. ഞാനിപ്പോൾ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ള് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1.25 ഇഞ്ച്. പാറ്റേണിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു 15 ഇഞ്ചിലാണ് പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ അപ്പം മറന്നുപോയി. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് ആ വരച്ച വരയിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം വരച്ചെടുക്കുക. ഈ അടിഭാഗത്ത് സ്ക്വയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ വളച്ചിട്ട് വി പോലെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വി പോലെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. 3/4 ഇഞ്ചോളം മേലേക്ക് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുത്താൽ മതി. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയുള്ള പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് നൈറ്റി തയ്ച്ചെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ നല്ലോണം ഓർഡറുകളും കിട്ടും. ഇങ്ങനത്തെ മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ. ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ കട്ട് ചെയ്യുക. പലർക്കും അറിയണതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ? നല്ലൊരു മോഡലായിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതിനിപ്പോൾ ഇത്ര തന്നെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള തുണിയിൽ ഇതിൻ്റെ റോങ് സൈഡിൽ ഈ പാറ്റേൺ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചൂട് കുറവിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. നല്ല ചൂടിലിട്ടിട്ട് അയൺ ചെയ്തെടുത്താൽ ഇത് ഉരുകിപ്പോവും. എനിക്ക് ഒരുപാട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എപ്പോഴും മിതമായ ചൂടിലിട്ടിട്ട് തേച്ചെടുക്കുക. ആദ്യം ഇതിൻ്റെ മേലെ പ്രസ് ചെയ്തിട്ട് പിന്നെ മറിച്ചിട്ടിട്ട് നന്നായി അയൺ ചെയ്തെടുത്താൽ മതി. ഇനി അത് അയൺ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലുള്ള പീസുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം ഓരോ
ഒരു 2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമാവും. ഇതാ ഈ കോർണർ എത്തുമ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അപ്പുറത്തെ സൈഡ് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഭാഗം നല്ല നീറ്റിൽ കിട്ടും. അങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടും ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നൈറ്റിലേക്ക് പിടിപ്പിക്കില്ലേ, അതിന് ശേഷം അത് റിമൂവ് ചെയ്ത് കളയണം. ഞാനിപ്പോൾ ഇതുമേ ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ലേസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നൈറ്റിക്കൊക്കെ വെക്കുന്ന. നിങ്ങൾ ലേസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് അയൺ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതാ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ മെഷീനിൽ 4 ഇട്ടിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേറൊരു കളർ നൂലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് നൈറ്റിയിൽ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇനി നൈറ്റിയിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു കട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാറ്റേൺ വയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നൈറ്റിയുടെ റോങ് സൈഡിൽ പാറ്റേൺ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. ക്യാൻവാസിലും അതുപോലെ തന്നെ ഒരു കട്ട് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് എല്ലാ ഭാഗത്തും പിൻ കുത്തി കൊടുക്കുക. ഇനി ഈ സൈഡിലൂടെ അടിച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇതിനി കറക്റ്റിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റും. ഇതപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ലേസ് ഒന്നും വയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കുക. ഇതൊന്ന് പതിച്ചടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ സൈഡിലൂടെ ലേസ് വെച്ച് തയ്ക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു പാറ്റേൺ പഠിച്ചെടുത്താൽ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് ലേസ് ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. കോർണർ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക. സൈഡിലൊക്കെ തുണി കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാം ക്ലിയറാക്കി വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെയും വീണ്ടും വീണ്ടും നമ്മൾ അഴിച്ചടിക്കേണ്ടി വരും. സ്റ്റിച്ചിങ് ശരിക്കും ലേസിലും തുണിയിലും പിടിക്കുന്നില്ലേന്ന് ചെക്ക് ചെയ്തിട്ട് വേണം തയ്ച്ചെടുക്കാൻ. അപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതാ ഇവിടെയും കൂടെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസൊക്കെ ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ഞാനിവിടെ ചെയ്തിട്ടുള്ള ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം. നൂല് പൊട്ടിക്കുന്ന ടൂള് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടും. എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ നമ്പറിലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ നൈറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു മോഡലാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സിബ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഈ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഈ സെയിം കളറോ അല്ലെങ്കിൽ നൈറ്റിയുടെ കളറോ വെച്ച് കൊടുത്തിട്ട് സിബ് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ സാധാരണ നൈറ്റിയിൽ സിബ് വയ്ക്കാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഷോ ബട്ടനൊക്കെ വെച്ച് ഇത്തിരിയും കൂടി ഭംഗിയാക്കി എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.